അപ്പോൾ നേരെ നമുക്ക് ചട്ടിച്ചോറൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നോ കുക്കിംഗ്, നോ നത്തിങ്. ചിയേഴ്സ്. ഹായ്, ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് അപ്പാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. വേനൽക്കാലമാണ്, പക്ഷേ ഇന്ന് വൈകുന്നേര സമയമായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വെയിലടിക്കുന്നില്ല. പക്ഷേ വേനൽക്കാലമായതുകൊണ്ട് എല്ലാവർക്കും അറിയാം, ധാരാളം നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ സംഭാരവും തൈരും ഒക്കെ ധാരാളം നമ്മൾ കുടിക്കുന്നൊരു സമയമാണ്. അപ്പോഴാണ് ആലോചിച്ചത്, ഈ ഒരു ഫുഡിനെ കുറിച്ച് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി വ്ളോഗ്. ഫുഡ് ചെയ്യുകയാണെങ്കിൽ വേനൽക്കാലത്ത് ഏറ്റവും രസകരമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സാധനം ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതെന്താണെന്നല്ലേ പറയാം. ഏതായാലും ഫുഡിനെ കുറിച്ച് ചെയ്യുമ്പോൾ, വേനൽക്കാലത്തും ചെയ്യുമ്പോൾ എന്തായാലും ഒരു കൂളായിട്ടുള്ളൊരു സംഭവം, കുടിക്കുമ്പോൾ ഒരു സുഖം തരുന്നൊരു സംഭവം. അപ്പോൾ നാച്ചുറലി സംഭാരവും മോരും തൈരും ഒക്കെ തന്നെ ആയിരിക്കണമല്ലോ. പക്ഷെ അത് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ ഐഡിയ കൊള്ളാം, പക്ഷേ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ കുറച്ചും കൂടി നന്നായിരിക്കാം. എന്നിട്ട് അമ്മ പറഞ്ഞ ഐഡിയയാണ്, ഇതിൽ നമുക്ക് ഒരു കുക്കിങ്ങും പാടില്ല. അതായത് ഇതുണ്ടാക്കുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് ഒരു മിക്സി ഉണ്ടെങ്കിൽ, കുറച്ച് സംഭാരവും തൈരും ഒക്കെ ഉണ്ടെങ്കിൽ, അത്യാവശ്യം കുറച്ച് ചെരുവുകളും ഉണ്ടെങ്കിൽ ഒരു രസകരമായ ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കാമെന്ന്. ചട്ടിച്ചോറ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മീൻ ചട്ടിച്ചോറ്, ബീഫ് ചട്ടിച്ചോറ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ചട്ടിച്ചോറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ ഹോട്ടലിലും കാണുന്നുണ്ട്. വേനൽക്കാലമായതുകൊണ്ട് വിചാരിച്ചു ഒരു ബട്ടർ മിൽക്ക് ചട്ടിച്ചോറ്, അതായത് മോരും വെള്ളത്തിൻ്റെ ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ നേരെ നമുക്ക് ചട്ടിച്ചോറൊന്ന് ഉണ്ടാക്കി നോക്കാം. മോരും ചട്ടിച്ചോറ് എന്ന് പറയുമ്പോൾ മോരെന്തായാലും വേണം. നേരെ ഇങ്ങോട്ട് ചാടിയാൽ തൈരും ഉണ്ട്, രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചോറായതുകൊണ്ട് നമുക്ക് ചോറ് എന്തായാലും വേണം. വൈറ്റ് റൈസാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ കൊത്തമല്ലി, ചില്ലി പൗഡർ, അതായത് ചില്ലി ഫ്ലേക്സ് ആണ്, പച്ചമുളക്, കറിവേപ്പില, കറി ലീവ്സ്, ജിഞ്ചർ, നാരങ്ങ, ചെറിയ ഉള്ളി, പുളി ഇങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ പോകുന്നു. പുളി വെള്ളമാക്കാൻ പോകുന്നുണ്ട്, അത് കാണിച്ചു തരാം. ഉപ്പ്, മഞ്ഞൾ, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ ഒരു കുക്കിങ്ങും ഇല്ല, കുറച്ച് അരക്കലും പിടിക്കലും മാത്രമേ ഉള്ളൂ, അത് മിക്സിയിൽ. വളരെ സിമ്പിളായിട്ട് ഒരു ചട്ടിച്ചോറ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്, നല്ല കൂളായിട്ടുള്ള സമ്മർ സ്പെഷ്യൽ ബട്ടർ മിൽക്ക് ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അങ്ങനെ മാസ്റ്റർ ഷെഫ് റെഡിയാണ്. കിച്ചൻ്റെ ഉള്ളിൽ വരുമ്പോൾ അമ്മ ഉണ്ടെങ്കിലും ഒരു ധൈര്യമുള്ളൂ. അപ്പോൾ അമ്മ അത് ഓരോ ചെരുവയായിട്ട് മിക്സിയുടെ ഉള്ളിലിടുകയാണ്. ഇഞ്ചി ഇട്ടു, കറിവേപ്പില, കൊത്തമല്ലി, ഇതൊരു പേസ്റ്റ് ഉണ്ടാക്കാൻ പോകണം അമ്മ. എല്ലാം രാജേഷ് പറയണ പോലെ കേട്ടോ, എൻ്റെ ഐഡിയ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് പറഞ്ഞു. അമ്മ ഏതായാലും ഉണ്ടാക്കി തരാൻ പറഞ്ഞു. പച്ചമുളക് ഇട്ട് കഴിഞ്ഞു അമ്മ. അപ്പോൾ കൊത്തമല്ലി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി അല്ലേ, അത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. മിക്സി റെഡിയാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യുമ്പോൾ പേസ്റ്റ് പരുവത്തിലായോ എന്നുള്ളത് അമ്മ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ആയാ? ഓക്കെ. അപ്പോൾ അതൊരു പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അമ്മ. അടുത്ത എന്താണ് നോക്കാം. അപ്പോൾ അമ്മ പേസ്റ്റ് ഇതാ റെഡിയാക്കിയിട്ട് മിക്സിയുടെ ഉള്ളിൽ തന്നെയുണ്ട്. അമ്മ പുറത്തെടുക്കുന്നില്ല. അതിൻ്റെ ഫുള്ള് ഫ്ലേവർ കിട്ടാൻ വേണ്ടി അമ്മ മോരെടുത്ത് നേരെ ആ പേസ്റ്റിൻ്റെ മുകളിലേക്ക് തന്നെ മിക്സിയുടെ ഉള്ളിലേക്ക് ഇടുകയാണ്. ഒരുപാട് പുളിക്കാത്ത മോരാണ് ബെറ്റർ. അതായത് വളരെയധികം പുളിയാണെങ്കിൽ നന്നായിരിക്കില്ല എന്നാണ് അമ്മ പറയുന്നത്. ഇതിലേക്ക് തന്നെ കുറച്ച് ഉപ്പിടാം, സീസണിങ്ങിന് വേണ്ടി. അമ്മ ലേശം ഉപ്പിട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ പേസ്റ്റുള്ള മിക്സിയുടെ ജാറിൽ തന്നെയാണ് എടുക്കുന്നത്. സോ ദാറ്റ് ആ ഫുൾ ഫ്ലേവേഴ്സ് അതിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. എന്താണെന്ന് നോക്കാം. അടുത്ത സ്റ്റേജ്, നമ്മുടെ ചട്ടിച്ചോറിൻ്റെ ചട്ടി റെഡിയാണ്. ചട്ടിയുടെ ഉള്ളിലേക്ക് ചോറ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ലേശം ഉപ്പ് ടു ടേസ്റ്റ്. ഈ ചോറിലേക്ക് അതിനൊന്ന് ഉടച്ചിട്ട് അമ്മ അതിലേക്ക് തൈരിടും. നല്ലോണം ഒരുപാട് തൈര് ഒഴിക്കില്ല, ഒന്ന് തിക്കായിട്ട് അതിനെ കുഴച്ച് വയ്ക്കും. ഇതിപ്പോൾ ഉടക്കിയാണ്, ജസ്റ്റ് ഒന്ന് ചോറിനൊന്ന് ഉടച്ച് റെഡിയാക്കുകയാണ്. ഉപ്പിട്ടിട്ടുണ്ട് അതിൽ. ഒരുവിധം ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരുപാട് ഒഴിക്കില്ല എന്ന് അമ്മ പറഞ്ഞിട്ടായിരുന്നു. അതായത് അതിനൊരു തിക്ക് കൺസിസ്റ്റൻസി വരുന്ന പോലെ, ജസ്റ്റ് ഒരു കവറിങ് കിട്ടുന്ന പോലെ മാത്രം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അങ്ങനെ കേർഡ്സും കൂടി മിക്സ് ചെയ്ത് ഇത് കണ്ടില്ലേ, ഒരു പേസ്റ്റ് പോലെ നല്ല
തിക്കായിട്ട് സോൾട്ട് ഇട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ മോര് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മ അടുത്ത സ്റ്റേജിലേക്ക് പോവാണ്. പുളിയിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു, പുളി വെള്ളം ഉണ്ടാക്കാൻ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന പുളിയാണ് കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിൻ്റെ ബാക്കിൽ 2 വലിയ പുളിയുടെ മരമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള പുളിയാണ്. അതിനെ നല്ലോണം അങ്ങോട്ട് മാഷ് ചെയ്തിട്ട് തിക്കായിട്ടുള്ള പുളിവെള്ളം ഉണ്ടാക്കുകയാണ്. പുളിവെള്ളം ഏകദേശം റെഡി. ഈ പുളിവെള്ളത്തേക്ക് ഇതമ്മ ലേശം മഞ്ഞൾ ലേശം എടുത്തിട്ട് അതിലേക്ക് തന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ടുണ്ട്. പുളിവെള്ളത്തിലേക്ക് മഞ്ഞളും ഉപ്പും. ആ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, സാധാ സവാളയല്ല, നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ഉള്ളി, അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഈ പുളി വെള്ളത്തിലേക്ക് ഉപ്പും മഞ്ഞളും ഇട്ടിട്ടുള്ള പുളി വെള്ളത്തിലേക്ക് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലേശം കൂടി പുളിവെള്ളം റെഡിയാക്കിയിട്ട് തിക്കായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒന്നും കൂടി ഒഴിച്ചു. ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ചില്ലി ഫ്ലേക്സ് ഈ പുളി വെള്ളത്തിൻ്റെ മുകളിലേക്ക് ലേശം അമ്മ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും മിക്സ് ചെയ്തു. അങ്ങനെ അത് റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചു അതിന്. അപ്പോൾ അതെ, അമ്മ ഫൈനൽ സ്റ്റേജസിന് റെഡിയായി നിൽക്കുകയാണ്. നല്ല മിക്സായിട്ടുള്ള നമ്മുടെ സംഭാരം എന്ന് പറയാം, അതെടുത്ത് ഈ തൈരും ചോറിന് മുകളിലേക്ക് ഒഴിച്ചു. ഇഞ്ചിയും കറിവേപ്പിലയും കൊറിയാണ്ടറും മഞ്ഞളും എല്ലാം ഉണ്ട്. ഇപ്പോൾ നല്ല ലൂസായിട്ട് വന്നു. നമ്മുടെ ചട്ടിച്ചോറിൻ്റെ ഫൈനൽ ഷേപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്, കൊറിയാണ്ടർ ഉണ്ട്, ഇപ്പം ഇതിൽ തൈരുണ്ട്, മോരുണ്ട്. അപ്പോൾ ബേസിക് ആ ഒരു ചട്ടിച്ചോറ് റെഡിയാണ്. ബട്ടർ മിൽക്ക് ചട്ടിച്ചോറ് ബേസിക് സാധനം റെഡിയാണ്. ഇനി അതിലേക്ക് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പുളിവെള്ളത്തിലുള്ള ആ ഒരു സ്പെഷ്യൽ മിക്സ് മൊത്തത്തിൽ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പുളി, ചെറിയുള്ളി, മഞ്ഞൾ, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, അങ്ങനെ ഉണ്ടാക്കി വെച്ചത് മൊത്തമായിട്ടും അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഫൈനലായിട്ടുള്ള ഫുള്ളായിട്ട് എടുത്തിട്ട് ഒരു ഗാർണിഷ് പോലെ മൊത്തം മുകളിലേക്ക്. ഇതിൽ നിങ്ങൾക്കറിയാം, മഞ്ഞളും ഉണ്ട്, പൊടിയുണ്ട്, മുളക് ഫ്ലേക്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണ്. ലേശം കൂടി മുളക് ഫ്ലേക്സ് എടുത്ത്, ഇത് ഭംഗിക്കും കൂടിയാണ്, ഒരു കളറും ഒരു കഴിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു കൊതി തോന്നണ്ടേ, മാത്രമല്ല ഫ്ലേവറും ഉണ്ടാവും. ഇതിൽ ഒരുപാട് പച്ചമുളകൊന്നും ഇട്ടില്ല, അതുകൊണ്ട് നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഒടുക്കത്തെ എരിവാണോ വിചാരിക്കേണ്ട, അത്രയൊന്നും എരിവില്ല, സമാധാനത്തിലുള്ള എരിവുള്ളൂ. ഇനി ലേശം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ളൊരു കൊറിയാണ്ടർ എടുത്ത് ഫൈനൽ ഗാർണിഷ് ഒരു കളറും കൂടി കൊടുക്കുക. ഒരു പച്ച കളറും കൂടി കൊടുക്കുമ്പോൾ, അത് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാജേഷ് ബാറിന് കൊറിയാണ്ടർ ഭയങ്കര ഇഷ്ടമാണ്, അമ്മയ്ക്കും അറിയാം. അപ്പോൾ അത് മൊത്തമായിട്ട് മുകളിലും ഗാർണിഷ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബട്ടർ മിൽക്ക് ചട്ടിച്ചോറ് റെഡിയാണ്. നോ കുക്കിംഗ്, നോ നത്തിങ്, ജസ്റ്റ് ഒരു മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ ബാക്കി നിമിഷ നേരം കൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെ, ഫൈനൽ ഗാർണിഷിങ്ങും അമ്മ ചെയ്തു. ചട്ടിച്ചോറ് റെഡിയല്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം, ലേശം ഒന്ന് നാരങ്ങ മൊത്തത്തിലൊരു ഫ്രഷ്നെസ്സിന്, ടേസ്റ്റിന്, ഒരുപാടല്ല, ലേശമായിട്ട് മൊത്തത്തിലൊന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുത്തു മുകളിൽ, ചെറുതായിട്ട് മാത്രം. അപ്പോൾ അതാ അമ്മ കറക്റ്റായിട്ട് പോസും ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതെയാ, തൈച്ചോറിൽ പുളി ഇടുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ. ഇതൊക്കെ രാജേഷിന്റെ ഐഡിയ ആണ് കേട്ടോ. അതെ, അതായത് ആദ്യത്തെ പ്രാവശ്യം നാരങ്ങ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോഴും അമ്മ പറഞ്ഞു കുഴപ്പമില്ലാന്ന്. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു പുളി ഒന്നിട്ട് നോക്കാം. അമ്മ പറഞ്ഞപ്പോൾ അമ്മയാണ് ഈ ഐഡിയ പറഞ്ഞത്, എന്നാൽ പിന്നെ നമുക്ക് ഉള്ളിയൊക്കെ അതിൽ തന്നെ ഇട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഇതേ റെഡി. ഇതൊരു കുറച്ച് നേരത്തേക്ക്
ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം. അമ്മ ചോദിച്ചത് വാല് തുറന്ന് തരട്ടെ ഫ്രിഡ്ജിൻ്റെ എന്ന്. യെസ് അമ്മ. അപ്പോൾ അതെ, ഇത് ഒരുപാട് നേരമല്ല കേട്ടോ, ജസ്റ്റ് ലൈറ്റായിട്ട് കൂളാവാൻ അത് കവർ ചെയ്ത് വെക്കാമെന്ന് അമ്മ പറഞ്ഞിട്ട്. ഒരു സാധനവും ഫ്രിഡ്ജിൽ ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല. അപ്പോൾ നമുക്കൊന്ന് അടയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചെറിയൊരു കൂൾനെസ്സിന് വേണ്ടി മാത്രം വെച്ചതാണ്, പുറത്തെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചട്ടിച്ചോറ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ നടുമുറ്റത്തിൻ്റെ അവിടെ നാച്ചുറൽ സെറ്റിങ്ങിൽ തന്നെ ഏതായാലും ബട്ടർ മിൽക്ക് ചട്ടിച്ചോറ്, മോരുമുള്ളത്തിൻ്റെ ചട്ടിച്ചോറ്, മോര് ചട്ടിച്ചോറ് എന്ന് പറയാം, അതിൻ്റെ ടേസ്റ്റിങ്ങിലേക്ക് നമുക്ക് പോവാം. ഏതായാലും ചട്ടിച്ചോറ് കഴിക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടിയിട്ടൊക്കെ കഴിക്കണ്ടേ, അപ്പോഴല്ലേ ആ ചോറിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇങ്ങനെ വരുള്ളൂ അല്ലേ. പുളിപ്പും എരിവും ഒക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ ചട്ടിച്ചോറ്. സുഖമുള്ള പുളിപ്പ്, ചെറിയ എരിവ്, ഇഞ്ചിയുടെ ആ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയ ബൈറ്റ് എന്ന് പറയില്ല അത്, പിന്നെ ചില്ലി ഫ്ലേക്സ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ ടേസ്റ്റ്, നാരങ്ങയുടെ ഫ്രഷ്നെസ്, കൊറിയാണ്ടറിൻ്റെ ഫ്ലേവർ, പിന്നെ ഒരു ഇളം തണുപ്പ്, പിന്നെ മോരും തൈരും നമുക്ക് ഈ വേനൽക്കാലത്ത് കുടിക്കുമ്പോൾ സുഖം. ഇതിൻ്റെ കൂടി എല്ലാ ചെരുവുകളും കൂടി ചേരുമ്പോൾ ഒരു 1.5 ചട്ടിച്ചോറ്. അപ്പോൾ ഏതായാലും ഒരു മൗത്ത് ഫുള്ളും കൂടി എടുക്കാം. ആ പുളിവെള്ളത്തിലിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ആ പുളിപ്പും ചേർന്നിട്ടുള്ള ക്രഞ്ച്, ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു സുഖമുള്ള ഫ്ലേവറാണ്. ഓവർ എരിവില്ല കേട്ടോ. അമ്മ വളരെ കെയർഫുള്ളായിരുന്നു. ബിക്കോസ് അമ്മ പറഞ്ഞു നമുക്ക് നല്ല ചൂടായിരിക്കും, വേനൽക്കാലത്തൊക്കെ കണ്ടമാനം എരിവ് കഴിച്ചാലും കഴിക്കാൻ സുഖം ഉണ്ടാവില്ല, ചെറിയ എരിവ് വേണം. പിന്നെ ഈ എല്ലാ സ്പൈസസും ഉണ്ടല്ലോ, ഇതിൽ മഞ്ഞളുണ്ട്, ജിഞ്ചറുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഇതിൻ്റെ ഒരു ചെറിയ സുഖവും കിട്ടും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇതൊരു 1.5 ചട്ടിച്ചോറാണ്, വേനൽക്കാലത്തിന് പെർഫെക്റ്റാണ്. വെറുതെ പറയല്ല, കഴിച്ചു നോക്കിയിട്ടൊന്ന് തിരിച്ച് എനിക്ക് കമൻറ്റ്സ് അയക്കൂ. എന്നിട്ട് നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത്. പിന്നെ ചിലവർക്ക് പുളിപ്പ് കൂടുതൽ ഇഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ ലേശം പാല് ചേർത്താം പുളിപ്പ് കൂടുതൽ തോന്നിയാൽ. അല്ല, ചിലവർക്ക് ഇനി എരിവ് കൂടുതൽ ഇഷ്ടമല്ലെങ്കിൽ ഇത്ര അധികം എരിവ് ഇടണ്ട, ഞങ്ങൾ ഇത്ര ഇട്ട പോലും അത്രയും കൂടി ഇടണ്ട, വളരെ കുറച്ച് ഇട്ടാൽ മതി. എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാന്താരി മുളക് ഇതിൽ ഞെരടി കഴിക്കാം. എനിക്കിഷ്ടമുള്ളത് ഇങ്ങനെ ചെയ്യാൻ. വറ്റൽ മുളക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിരിക്കും. അതേപോലെ കണ്ണിമാങ്ങ അച്ചാർ. പക്ഷേ ഇതിൽ എല്ലാ ടേസ്റ്റുകളും ഉണ്ട്. ഇതിൽ ആ ചെറിയ ഉള്ളിയുടെ ക്രഞ്ച് ഉണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ കൊറിയാണ്ടർ, മഞ്ഞൾ, ജിഞ്ചർ, ലൈം, പച്ചമുളക്, എല്ലാ ഫ്ലേവേഴ്സും കൂടി ചേർന്ന്, പിന്നെ മോരും തൈരിൻ്റെ ആ ഒരു സുഖവും. പിന്നെ ഈ കാലാവസ്ഥയ്ക്ക് പെർഫെക്റ്റാണ്. ദേ ചിയേഴ്സ്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ ബട്ടർ മിൽക്ക് ചട്ടിച്ചോറ് ഒന്ന് ട്രൈ ചെയ്യുക. ഒരു എക്സ്പെരിമെൻ്റായിട്ട് ചെയ്താണ്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അമ്മയും പറഞ്ഞു, അമ്മയെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുള്ളൂ. അമ്മ ട്രൈ ചെയ്ത് നോക്കി. ഇതപ്പോൾ വൈഫ് ഓടിയിട്ടുണ്ട് ട്രൈ ചെയ്യാൻ. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ കാലാവസ്ഥയിൽ നല്ല സുഖമായിട്ടുള്ള, നമുക്ക് എൻജോയ് ചെയ്ത് ബോഡിക്ക് കൂളായിട്ടുള്ളൊരു കാര്യമാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക, കമൻസിൽ അറിയിക്കുക. കീപ് വാച്ചിങ് രാജേഷ് അബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഡു ടെൽ യുവർ ഫ്രണ്ട്സ് ഓൾസോ ടു വാച്ച് അവർ ചാനൽ. കീപ് സപ്പോർട്ടിങ് മീ. ലവ് യു ആൾ.